അടുത്ത കത്തികാരം നമ്പർ 970. അത് 4/9/2024 കാസർഗോഡ് ജില്ലയിലെ കോളിച്ചാൽ, മുമ്പേ പറഞ്ഞ കോളിച്ചാൽ മുത്തപ്പൻ മടപ്പുരയിൽ വെള്ളാട്ട സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ നിമിഷമാണ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ വെള്ളാട്ട സമയത്തിന് എഴുതിയതാണ്. അപ്പോൾ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പ്രസാദം എൻ്റെ ബുക്കിലേക്കാണ് കിട്ടിയത്. അതിവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും ഒന്നും കൂടി അടുത്ത പേജിൽ എഴുതി കുറിച്ചതാണ്. പ്രസാദത്തിൻ്റെ സിമ്പൽ ഇവിടെ കിടപ്പുണ്ട്. പ്രസാദം കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ധാരാളം പേർക്കും ഒരു സഹായഹസ്തമാകട്ടെ എൻ്റെ ഈ രചനാ സമാഹാരം. ഭഗവാനും നാമം ഒന്നാകും നിമിഷങ്ങൾ, തത്വമസിയിലണയുന്ന മുത്തപ്പ ഭഗവാനെ, എൻ മനം ഭക്തിയാലേ നിറയും ഭഗവാനെ, ദുഃഖിതർക്കാശ്രയമേകണേ ഭഗവാനെ, സ്നേഹസ്വരങ്ങൾ ഏകണേ ഭഗവാനെ, ദീനതയൊക്കവേ നീക്കണേ ഭഗവാനെ, ജ്ഞാനമാം വരങ്ങൾ നൽകണം ഭഗവാനെ, തമ്പുരാൻ തുണയേകും മധ്യലോകങ്ങളിലും ഞാനൊരു മാല കോർത്തു മുത്തപ്പൻ മരമേകി, മാനവർ സ്നേഹമായി വസിക്കൂ ഭഗവാനെ, കൊളിച്ചാൽ മടപ്പുര സാക്ഷിയാകണേ ദേവ, ഇന്നുമേ അനുഗ്രഹം നൽകിടൂ ഭഗവാനെ, സ്നേഹസ്വരങ്ങളെ ജീവിതം സായുജ്യവും മനുഷ്യ മനസ്സുകൾ ശുദ്ധമാക്കിയിടവേണം, തമ്പുരാനേകും തുണ സ്നേഹത്താലാണല്ലോ, ഈ ലോകേ ശാന്തിയേകും മുത്തപ്പ ഭഗവാനെ, എൻ്റെ ജ്ഞാനമാം ലിപി നടയിൽ സമർപ്പിക്കാം, ദുരന്ത ഭൂവിലെങ്ങും വീശണേ ഭഗവാനെ. ഈ 2 കീർത്തനങ്ങൾ ഞാൻ പറശ്ശിനി മുത്തപ്പൻ മടപ്പുരയിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ടും ഒക്കെ എനിക്ക് ഇതിനകത്ത് വേണം. സാധു ജനങ്ങൾക്കായിട്ട് നമുക്ക് ഈ രചനാ സമാഹാരം സമർപ്പിക്കണം. അത് കേൾക്കുന്നവരെന്തെങ്കിലും കുറ്റമുണ്ട് എന്നോട് ഇന്ന് തന്നെ വിളിച്ച് ഈ ഫോണിലേക്ക് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. സമർപ്പിക്കുകയാണ്.